ഇന്ന് നമ്മൾ നോക്കുന്നത് പുണർദം നക്ഷത്രമാണ് മാസഫലമായി നോക്കുന്നത്. പുണർദം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ സുപ്രധാനപരമായ ഒരു നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം 2 രാശികളിലായി വ്യാപിച്ച് കിടക്കുന്നതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഇരു രാശികളുടെയും സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മിഥുനത്തിൻ്റെ ആശയവിനിമയ ശേഷിയും കർക്കിടകത്തിൻ്റെ വൈകാരികതയും ഈ വ്യക്തികളിൽ ഒരുപോലെ കാണാൻ കഴിയും. കൂടാതെ വ്യാഴ ഭരണാധിപത്യം ഈ വ്യക്തിക്ക് വിവേകവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകാനിടയുണ്ട്. ഒരു നക്ഷത്രം 2 രാശികളിലായി വ്യാപിക്കുമ്പോൾ ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ആ 2 രാശികളുടെയും പ്രവർത്തനത്തെ സ്വാംശീകരിക്കുന്നു. ഇതവരുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും പ്രതിഫലിക്കും. വ്യാഴത്തിൻ്റെ സ്വാധീനം ധാർമ്മികത, ദാനശീലം തുടങ്ങിയ ഗുണങ്ങൾ നൽകും. പുണർദം നക്ഷത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് നോക്കാം. പുണർദം എന്ന വാക്കിന് പുനഃവാസു, അതായത് വീണ്ടും നല്ലത് വരിക, സമ്പത്ത് വീണ്ടെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇത് നഷ്ടപ്പെട്ടത് ഈ നക്ഷത്രക്കാർക്ക് വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിഥി ദേവതമാരുടെ മാതാവാണ്. സത്യം, സൗന്ദര്യം, കുലീനത, വിശുദ്ധി എന്നിവയെ അതിഥി പ്രതിനിധീകരിക്കുന്നു. അതിഥി അനന്തതയെയും എല്ലാ നല്ല കാര്യങ്ങളുടെ ഉറവിടത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. രാമൻ ജനിച്ചത് പുണർദം നക്ഷത്രത്തിലാണ്. രാമൻ ധാർമ്മികതയുടെയും നീതിയുടെയും പ്രതീകമാണ്. രാമൻ്റെ ജീവിതം സന്തുലിതാവസ്ഥയും സമാധാനവും കൊണ്ടുവരുന്നതിനെക്കുറിച്ചായിരുന്നു.